തറപ്പേലച്ചന്റെ 67ാം ചരമവാർഷികവും ശ്രാദ്ധവും കടപ്പളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ നടത്തപ്പെട്ടു. ചിക്കാഗോ രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജേക്കബ് അങ്ങാടിയാത്ത് ആഘോഷകരമായ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഇടവക ജനങ്ങൾക്ക് സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടൻ തറപ്പേലച്ചന്റെ പുണ്യവഴികളെക്കുറിച്ച് പറയുകയും അച്ഛൻ സീറോ മലബാർ സഭയുടെയും പാലാ രൂപതയുടെയും കടപ്പളാമറ്റം പ്രദേശത്തിന്റെയും മംഗളവാർത്ത ആയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. കൂടാതെ കർത്താവിന്റെ കൃപ ലഭിക്കുവാൻ കർത്താവിനോട് ചേർന്ന് നിന്ന് മാതൃക കാണിച്ചിരുന്ന കുട്ടൻ തറപ്പേലച്ചൻ ഓരോരുത്തർക്കും മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. തുടർന്ന് കബറടത്തിൽ ഒപ്പീസും ശ്രാദ്ധ സദ്യയുടെ വെഞ്ചരിപ്പ് നിർവഹിച്ചു. നിരവധി വൈദികരും ഇടവക ജനത്തോടുമൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പസ്തോലിക യാത്രയുടെ 2ാം ഘട്ടത്തിൽ പാപ്പുവ ന്യൂഗിനിയിൽ ഫ്രാൻസിസ് പാപ്പ എത്തി. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ രാജ്യത്തെ എല്ലാ രൂപതകളിൽ നിന്നുമായി പാപ്പയെ കാണാൻ എത്തിയിരിക്കുന്നത്. അവരിൽ ചിലർ പാപ്പയെ കാണാൻ എത്തിയത് 3 ആഴ്ചയോളം കാൽനടയായി സഞ്ചരിച്ചാണ്. കത്തോലിക്ക സഭയുടെ 1126 മിഷൻ പ്രദേശങ്ങളിൽ ഒന്നാണ് പാപ്പുവ ന്യൂഗിനിയ. വത്തിക്കാൻ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാപ്പുവ ന്യൂഗിനിയിൽ പാപ്പ തെരുവ് കുട്ടികളെ സന്ദർശിക്കുകയും രാജ്യത്തെ ബിഷപ്പുമാരുമായും മതനേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുകയും പതിവ് പോലെ വിശുദ്ധ കുർബാനയുടെ സന്ദർശനം അവസാനിപ്പിക്കുകയും ചെയ്യും. ടൂറിസത്തിന്റെ മറവിൽ ബാറുകൾ വളർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മദ്യനയം അപകടകരമെന്ന് സീറോ മലബാർ സഭ ആത്മായ ഫോറം. മദ്യവർജനമാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇടതു സർക്കാർ തുടരുന്നത് ബാറുകളുടെ എണ്ണം കൂട്ടുന്ന മദ്യനയം തന്നെയാണ്. ടൂറിസത്തിന്റെ മറവിൽ കേരളം മുഴുവൻ മദ്യമൊഴുക്കുകയാണ് പുതിയ കമ്മ്യൂണിസ്റ്റ് മദ്യനയം ലക്ഷ്യമിടുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ കാര്യശേഷിയും സമ്പത്തും ലഹരിയുടെ വഴികൾ തേടിപ്പോകുമ്പോൾ സർക്കാരിന്റെ മദ്യഖജനാവ് നിറയ്ക്കുമെന്നല്ലാതെ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സർക്കാരിന്റെ സാമ്പത്തിക നേട്ടം കൊണ്ട് തുലനം ചെയ്യാൻ സാധിക്കില്ലെന്നും സീറോ മലബാർ സഭ ആത്മായ ഫോറം വ്യക്തമാക്കി. ഉരുൾപൊട്ടലിനെ തുടർന്ന് സർവ്വവും നഷ്ടപ്പെട്ട വയനാട് വിലങ്ങാട് മേഖലകളിൽ കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തന ഏകോപനത്തിനായി കൽപ്പറ്റയിൽ സഭയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക പങ്കാളിത്തം ഉറപ്പുവരുത്തി സുസ്ഥിര പുനരധിവാസ പ്രവർത്തനങ്ങൾ ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഭവന നിർമ്മാണം ആസൂത്രണം ചെയ്യുമ്പോൾ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ആവശ്യങ്ങളും അവരുടെ ഉപജീവന ശേഷികളും പരിഗണിച്ചുകൊണ്ടായിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിക്കരാഗോയുടെ ദേശീയ അസംബ്ലിയിൽ ഡാനിയൽ ഓർട്ടെഗയുടെ ഭരണകൂടം രാജ്യത്തിന് പുറത്തുനിന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെയോ സംഘടനകളെയോ പ്രോസിക്യൂട്ട് ചെയ്യാനും സ്വത്തുക്കൾ കണ്ടുകെട്ടുവാനും അനുവദിക്കുന്ന നിയമം പാസാക്കി. പുതിയ നിയമപ്രകാരം 6 മാസം മുതൽ 30 വർഷം വരെ തടവും കുറ്റം ഗുരുതരമായി കണ്ടെത്തിയാൽ ജീവപര്യന്തം വരെ തടവും ശിക്ഷയായി ലഭിക്കും. നിക്കരാഗോയിൽ നിന്നുള്ള പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് ഈ നിയമ പരിഷ്കരണം. സെപ്റ്റംബർ 3-ന് നിയമസഭ